തിരികെ കാറിൽ വന്നിരുന്ന സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തിരുന്നു. അത് ഡ്രൈവറെ പോലെ തന്നെ നീലിമയും ശ്രദ്ധിച്ചു. അവൾ അവനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും അവൻ ദേഷ്യപ്പെടുമെന്ന് തോന്നിയതുകൊണ്ട് ചോദിച്ചില്ല. സിദ്ധാർത്ഥ് ഒന്നും പറയാതെ അവന്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ പെട്ടെന്നുണ്ടായ കോപത്തിന് കാരണം എന്താണെന്ന് അവന്റെ കാർ ഡ്രൈവറും ആലോചിക്കുന്നുണ്ടായിരുന്നു. താൻ ഡ്രൈവ് ചെയ്യുന്നതിൽ വല്ല പിഴവും വരുത്തിയതുകൊണ്ടാണോ സാറിന് ദേഷ്യമെന്നായിരുന്നു അയാളുടെ ആശങ്ക. നീലിമയും അതേ അവസ്ഥയിലായിരുന്നു. ഒടുക്കം നീലിമ അവനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. സിദ്ധാർത്ഥ്, പെട്ടെന്ന് എന്തു പറ്റി? എന്തിനത്ര ദേഷ്യം? അതിനു മാത്രം എന്താ ഉണ്ടായത്? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല. നീലിമ ആകെ വല്ലാതെയായി. ഈ കാലിനോട് ചോദിക്കാൻ ചെന്ന് എന്നെ ആദ്യം തല്ലണം. നീലിമ പുറത്തേക്ക് നോക്കി ചിന്തിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. രാംദേവിനെ എങ്ങനെ രക്ഷിക്കണമെന്നാവൂലേ തമ്പുരാട്ടി ചിന്തിക്കുന്നെ? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി. അപ്പൊ അതായിരുന്നു ദേഷ്യത്തിനുള്ള കാരണം? ഷടാ, നീലിമ മനസ്സിൽ പറഞ്ഞു. ഞാൻ അയാളെക്കുറിച്ചൊന്നും ചിന്തിച്ചല്ല. അതിനാണോ സിദ്ധാർത്ഥ് ഇങ്ങനെ മുഖം വീർപ്പിച്ചത്? താൻ എന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ കുശുമ്പു കാണിക്കാൻ? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് അത് കേട്ട് ജാള്യതയിൽ അവളെ നോക്കി. അവൾ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. നീ ആരെക്കുറിച്ച് ചിന്തിച്ചാലും എനിക്കെന്താ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് കയറി ഭരിക്കാനൊന്നും നിൽക്കണ്ട. എന്റെ കയ്യിലൊന്നും മേടിക്കുന്നീ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഉവ്വ, അത് മനസ്സിലായി. സിദ്ധാർത്ഥിന് തീരെ കുശുമ്പില്ല. സമ്മതിച്ചു പോരെ? നീലിമ പറഞ്ഞു. അവളുടെ സംസാര രീതി കണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചു. അവളോട് തന്റെ മനസ്സ് വല്ലാതെ ഈയിടെയായി അടുക്കുന്നുവെന്ന് അവന് തോന്നി. അതിലിത്തിരി അപകടവുമുണ്ട്. നീലിമയെ തന്റെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല. മാത്രമല്ല, നീലിമയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടോ എന്നും അറിയില്ല. അവളോടുള്ള ഇഷ്ടം അതിര് വിടും മുൻപ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. പിന്നെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. നീലിമയുടെ ഓഫീസിൽ ഡ്രൈവർ കാറ് കൊണ്ടുചെന്ന് നിർത്തി. നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. എന്നിട്ട് പെട്ടെന്ന് അവന്റെ മുഖം പിടിച്ച് ചുംബിച്ച് താട്ടയും പറഞ്ഞിറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് താൻ കാണിച്ചതെന്താണെന്ന് നീലിമ തിരിച്ചറിയുന്നത്. സിദ്ധാർത്ഥിന്റെ അസൂയയും അവന് തന്നോടുള്ള കരുതലുമൊക്കെ കണ്ട ആശ്ചര്യത്തിന്റെ പുറത്താണ് അവൾ അറിയാതെ അവന്റെ കവിളിൽ ചുംബിച്ചത്. നീലിമ ജാള്യതയോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. അവൻ ആകെ തരിച്ചു നിൽക്കുകയാണ്. ഡ്രൈവറും അതേ അവസ്ഥയിലായിരുന്നു. നീലിമ അവനെ ചുംബിച്ചത് അയാൾ കണ്ണാടിയിലൂടെ കണ്ടിരുന്നു. സിദ്ധാർത്ഥ് അതിന് പ്രതികരിക്കാത്തതിലായിരുന്നു അയാൾക്ക് അത്ഭുതം. നീലിമ പിന്നെ അവിടെ നിന്നില്ല. അവൾ ഓഫീസിലേക്ക് ഓടിപ്പോയി. എന്റെ അമ്മേ, ഞാൻ എന്തായി കാണിച്ചത്? സിദ്ധാർത്ഥ് എന്ത് കരുതി കാണും? നീലിമ അവിടെ നിന്ന് പോവും വഴി ആലോചിച്ചു. അപ്പോഴും സിദ്ധാർത്ഥ് അവൾ തന്റെ കവിളിൽ ചുംബിച്ച ആശ്ചര്യത്തിൽ തന്നെയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കി. അപ്പോഴേക്കും നീലിമ ഓഫീസിൽ കയറിപ്പോയിരുന്നു. സിദ്ധാർത്ഥ് ഒരു ചിരിയോടെ അവൾ പോയ വഴിയിലേക്ക് നോക്കി. എനിക്ക് ഉമ്മയും തന്നിട്ട് നീ മുങ്ങിക്കളഞ്ഞല്ലേ? എന്തായാലും നീ വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നേ? ഞാൻ എടുത്തോളം തന്നെ, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്ന ഡ്രൈവറെ അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ ഉടനെ അയാളെ നോക്കി ചോദിച്ചു. ഇതെന്താ, എന്റെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ നോക്കാൻ? വണ്ടിയെടുക്ക്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഡ്രൈവർ വേഗം പറഞ്ഞു. അയ്യോ സോറി സർ, ഞാൻ വേറെന്തോ ഓർത്തതാണ്. ഡ്രൈവർ അത്രയും പറഞ്ഞിട്ട് വേഗം വണ്ടി മുന്നോട്ടെടുത്തു. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഫോണിലേക്ക് നോക്കി. കുറച്ചു സമയത്തിനു ശേഷം സിദ്ധാർത്ഥ് ഓഫീസിലെത്തി. അവൻ കാറിൽ നിന്നിറങ്ങി അവന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. പിന്നീട് ക്യാബിനിലെത്തിയപ്പോൾ അവൻ സിസ്റ്റത്തിന്റെ മുന്നിൽ ചെന്നിരുന്നു. അപ്പോഴാണ് അവന് രാംദേവിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ ഉടനെ വാർത്ത എത്രത്തോളം സ്പ്രെഡായെന്നറിയാൻ കമ്പനി ഒഫീഷ്യൽ ഗ്രൂപ്പുകളൊക്കെ നോക്കി. സ്റ്റാർഡം കമ്പനി പോലെ സിദ്ധാർത്ഥിന്റെ വിശ്വ ഗ്രൂപ്പിന് കീഴിൽ വേറെയും മീഡിയ കമ്പനികളുണ്ടായിരുന്നു. അതിലൊന്നിലെ മെയിൻ നടനാണ് രാംദേവ്. രാംദേവ് സിദ്ധാർത്ഥിന്റെ കമ്പനിക്ക് കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും അധികം ആർക്കും അറിയില്ല. നീലിമയ്ക്കും അറിയില്ലായിരുന്നു. രാംദേവ് എന്ന നടനെ സംബന്ധിച്ചുണ്ടാവുന്ന നഷ്ടങ്ങൾ സിദ്ധാർത്ഥിന്റെ ഗോൾഡൻ സ്റ്റാർ എന്ന കമ്പനിയെയും ബാധിക്കും. സ്റ്റാർഡം പോലെയുള്ള ചെറിയ കമ്പനികളിൽ നിന്ന് ഉയർന്നു വരുന്ന കലാകാരന്മാരെയാണ് ഗോൾഡൻ സ്റ്റാർ കമ്പനിയിൽ ചേർക്കുന്നത്. മെയിൻ നടന്മാരും മറ്റുമായി ഒരുപാട് പേർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും രാംദേവ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാന നടൻ. സിദ്ധാർത്ഥ് കമ്പനി ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചു. സാധാരണയായി ഒരുപാട് കമ്പനികൾ ഉള്ളതുകൊണ്ടും എല്ലായിടത്തും സിദ്ധാർത്ഥിന്റെ കണ്ണ് കൃത്യമായി എത്താറില്ല. അതുകൊണ്ടാണ് രാംദേവിന്റെ കാര്യവും ഓർമ്മയിൽ വരാതിരുന്നത്.
ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഗോൾഡൻ സ്റ്റാർ കമ്പനിയുടെ ഹിസ്റ്ററി സിദ്ധാർത്ഥ് കാര്യമായി പരിശോധിക്കുന്നത് തന്നെ. കാരണം ആ കമ്പനി അത്യാവശ്യം നന്നായി തന്നെ നടന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് കൂടുതൽ ശ്രദ്ധ അതിൽ ചെലുത്തേണ്ടി വന്നിട്ടില്ല. കമ്പനി ലോസ് വരുമെന്നതുകൊണ്ട് സിദ്ധാർത്ഥ് രാംദേവിന്റെ കാര്യം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ചിന്തിച്ചു. അയാൾ ഉടനെ അസിസ്റ്റന്റ് മനീഷിനെ വിളിപ്പിച്ചു. അല്പസമയത്തിനു ശേഷം മനീഷ് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ കയറി വന്നു. സർ, മനീഷ് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. മനീഷ്, എന്തായി നടക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ മനീഷ് കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. എന്താണ് സർ? മനീഷ് ചോദിച്ചു. താൻ അറിയുന്നില്ല അപ്പൊ ഇവിടെ നടക്കുന്നൊന്നും? എടോ, ഗോൾഡൻ സ്റ്റാർ കമ്പനിയിലെ രാംദേവ് എന്ന നടനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾക്കെതിരെ കുറെ വാർത്ത ഒക്കെ കാണുന്നല്ലോ. അത് എന്താ ഇഷ്യൂ എന്ന് അന്വേഷിച്ചു താൻ? സിദ്ധാർത്ഥ ദേഷ്യത്തോടെ ചോദിച്ചു. സത്യത്തിൽ മനീഷ് ആ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിലും അതിലധികം ശ്രദ്ധ കൊടുക്കാനുള്ള സമയം അയാൾക്ക് കിട്ടിയിരുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ അയാൾ അന്വേഷിച്ചിരുന്നു. ഈ കാര്യം സിദ്ധാർത്ഥിനോട് പറഞ്ഞാൽ അവൻ എന്തായാലും ദേഷ്യപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനീഷ് മൗനം പാലിച്ചു. മനീഷ്, ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? സിദ്ധാർത്ഥ ചോദ്യം ആവർത്തിച്ചപ്പോൾ മനീഷ് തല ഉയർത്തി. സർ, അത് പിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ കാര്യമായൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇത് ഫേക്ക് കേസാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. റാം അത്തരത്തിലുള്ള ഒരാളല്ല. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. മനീഷ് പറഞ്ഞു. നീലിമയ്ക്ക് സോഫ്റ്റ് കോർണർ ഉള്ള രാംദേവിനെ പറ്റി മനീഷ് പൊക്കി പറഞ്ഞത് സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല. അവന്റെ ഉള്ളിലെ നീലിമയുടെ ഭർത്താവ് വീണ്ടും തലപൊക്കി. അവന് ദേഷ്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. ചാരിറ്റി ചെയ്യുന്നുവെന്ന് വെച്ച് എല്ലാവരും മാന്യരൊന്നും ആവില്ല. അതല്ല ഇവിടുത്തെ വിഷയം. രാംദേവ് ഇഷ്യൂ കമ്പനിയെ ബാധിക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് സർ, നമ്മുടെ ഗോൾഡൻ കമ്പനിയിൽ രാംദേവിന് മാത്രമാണ് ഇപ്പോൾ അത്ര സ്റ്റാർ വാല്യൂ ഉള്ളത്. ഈ ഇഷ്യൂ കാരണം അയാൾക്ക് വന്നിട്ടുള്ള 30ഓളം പ്രൊജക്ട്സ് ആണ് ഡ്രോപ്പ് ആയത്. സോ കമ്പനിയെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഈ ഇഷ്യൂ. എന്നിട്ടാണോ താൻ അതൊക്കെ നേരെയാക്കാതെ ഇവിടെ നിൽക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. സർ, ഗോൾഡൻ സ്റ്റാറിലെ കാര്യങ്ങൾ റിയാണ് കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, മനീഷ് പറഞ്ഞു. മനീഷ്, റിയയെ മറ്റു കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇനി മുതൽ ഗോൾഡൻ സ്റ്റാറിന്റെ കാര്യവും താൻ തന്നെ നോക്കണം. മാത്രമല്ല, റാമിനെതിരെ ഇനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരാതെ നോക്കണം. എന്തെങ്കിലും ഗ്രൂപ്പുകളിൽ പോസ്റ്റ് വരുന്നത് ശ്രദ്ധയിൽ വന്നാൽ ആ ഗ്രൂപ്പ് അഡ്മിനുമായി ബന്ധപ്പെട്ട് ഡിലീറ്റ് ചെയ്യിക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. റൂമർ ഇനി സ്പ്രെഡ് ആവാൻ സമ്മതിക്കരുത്. സത്യാവസ്ഥ നമുക്ക് ഉടനെ കണ്ടെത്തണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് മനീഷ് പറഞ്ഞു. ശരി സർ, ഞാൻ നോക്കിക്കോളാം. മനീഷ് അത്രമാത്രം പറഞ്ഞിട്ട് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ നിന്നിറങ്ങി. സിദ്ധാർത്ഥ് അപ്പോൾ രാംദേവിന്റെ കമ്പനി പ്രൊഫൈലും മറ്റും പരിശോധിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ കവിളിൽ താൻ ഉമ്മ കൊടുത്ത അമ്പരപ്പ് മാറാതിരിക്കുകയായിരുന്നു നീലിമ. അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ ധൈര്യം തനിക്ക് എങ്ങനെ കിട്ടിയെന്ന് നീലിമ ആലോചിച്ചു. അവളുടെ ചുണ്ടിൽ അപ്പോഴൊക്കെ ഒരു ചിരി ഉണ്ടായിരുന്നു. സിസ്റ്റത്തിലെ ഓരോ ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ട് അവൾ സിദ്ധാർത്ഥിന്റെ കാര്യം മാത്രം ഓർത്തു. അതൊരു പുതിയ അനുഭവം പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥിനോട് തനിക്ക് തോന്നുന്ന ഈ അടുപ്പം അപകടമാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ ജീവിതത്തിൽ താൻ എന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു. പിന്നീട് അവൾ തന്നെ തന്റെ മനസ്സിനെ വിലക്കുകയും ചെയ്യും. സിദ്ധാർത്ഥും താനും എന്തെങ്കിലും പിരിയുകയാണെങ്കിൽ തങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദം എന്നും ഉണ്ടാവണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീലിമ അന്ന് ജോലികൾ ചെയ്തത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.